വണ്ടി തിരിച്ചിട്ടോ, പണിക്കാരിപ്പോ വരും. കോൺക്രീറ്റ് പണി കഴിഞ്ഞാ? അവിടെ കോൺക്രീറ്റ് നടക്കണം. മുങ്ങിയതാ? മുങ്ങിയതാ? ആര് മുങ്ങി? അവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്തോണ്ടിരിക്കണം, മണലിൽ ഷോർട്ടേജ് വന്നു, അതാണ് വന്നത്. അപ്പൊ ബാലച്ചന്റെ പണി പോവല്ലേ? നീ എന്തിനാണ് എന്ത് പറഞ്ഞാലും പണി പോകൂലെന്ന് പറയണേ? ചേട്ടാ, ബാലച്ചന്റെ പണി പോകുന്ന പറയുമ്പോ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. എടി, അവിടെ മണല് കുറഞ്ഞ 6 പണിയാ പോകുന്നത്. സൂപ്പർവൈസറുടെ അങ്ങനെയൊന്നും ബാലന്റെ പണി പോകില്ല. ഒരുപാട് നാളായി സൂപ്പർവൈസർ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. മണലൊക്കെ ഒപ്പിക്കാൻ ബാലനറിയാം. അല്ല, ചിലപ്പോ മണലൊക്കെ ഒപ്പിക്കുമ്പോ കുറെ നേരം ആവില്ലേ? എന്ത് ചെയ്യും? കുറച്ച് മണൽ മതിയെന്ന്. അല്ല, കുറച്ച് വേണമെങ്കിലും കൂടുതലാണെങ്കിലും മണൽ തന്നെ വേണ്ട വെച്ചാ. മണൽ തന്നെയാണ് ഇവിടെ ഞാൻ കൊണ്ടിട്ടത്. നാളെ സൈറ്റിൽ നിന്ന് കൊണ്ടിട്ട മണലല്ലേ. ഇവിടെ അടുത്തൊരു വീട് പണിയാൻ വേണ്ടിയാണ്. അപ്പോൾ എളുപ്പം ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇവിടെ മണൽ കൊണ്ടത്. ആ മണൽ എടുത്തോണ്ട് പോകും. അപ്പോൾ പഠിക്കാനിപ്പോൾ വരും. അല്ല, അത് കുറച്ചല്ലേ ഉള്ളൂ. അതിന്റെ ആവശ്യമുള്ളടേ. അല്ലേലും ബാലച്ചൻ കോൺക്രീറ്റ് ചെയ്യുമ്പോ കുറച്ച് മണലല്ലേ ഉപയോഗിക്കൂ. എല്ലാം കൂടെ കെട്ടിപ്പൊളിഞ്ഞ് എന്നാണോ വീഴുന്നത്? അച്ഛാ എനിക്കൊരു സഹായം ചെയ്യോ? ഈ മണല് കൊണ്ടുപോകുമ്പോഴേ ഈ ഐറ്റത്തിനും കൂടെ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് കോൺക്രീറ്റിലൂടെ മിക്സ് ചെയ്തിട്ട് ഇവരെ തൂണായിട്ട് നിർത്ത്. മിക്കവാറും അത് വേണ്ടി വരും. എന്റെ പ്രൊഫഷൻ ഇൻസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ കുറച്ചാളായി. വിടച്ചാ, അച്ഛൻ എവരോടൊക്കെ റിവൻ ചെയ്തിട്ട് എന്താണ് കാര്യം? കോൺക്രീറ്റ് ഒന്ന് കഴിയിട്ട് എല്ലാവരും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അച്ഛാ, പിന്നെ ഈ കോൺക്രീറ്റ് കഴിയുമ്പോൾ ജോലിക്കാർക്ക് ബിരിയാണി കൊടുക്കുമ്പോ എന്നെ മറക്കല്ലേ. മണല് കയറ്റാൻ സഹായിച്ചാൽ ഞാൻ നോക്കാം. അതവൻ ചെയ്തോളൂ അച്ഛാ. ഇല്ലേ? ചെയ്യും. നീലോടെ പറയെല്ലാം കാണും. എനിക്ക് തുമ്പിട്ടാ പറമ്പ് നിറയെ മരങ്ങളുള്ള പടവലത്ത് പോലും ഇല്ല. ഇത്രയല്ല ഈ വീട്ടിലെവിടെ നിന്നാണോ ഇത്രയല്ല. അത് ശരി. ഈ കോൺട്രാക്ട് പണിക്ക് പോകാൻ പോയാൽ നിങ്ങളെന്താ ഇവിടെ കിടന്ന് പറയണത്? ഇവിടെ കോൺക്രീറ്റ് പണി കിടക്കുന്നത്. ഞാൻ അന്ന് കൊണ്ട് നടന്ന മണലില്ലേ, അതെടുക്കാൻ വേണ്ടി വന്നത്. പഠിക്കാതെ പെട്ടിയായിട്ട് കൊണ്ട് അവിടെ ഞാൻ പറഞ്ഞത് വെള്ളം എടുത്തു കുടിക്കാൻ. മണൽ ആവശ്യത്തിന് ഞാൻ ആവശ്യമുള്ളതാണെന്ന് ഇപ്പൊ ഒന്ന് എടുക്കാൻ വരും. ഞാൻ കണ്ട കൂടുതൽ എടുത്തത് അമ്മയുടെ കൂടുതൽ എടുത്തു. കോട്ടടിക്കാൻ നീലടം മണലുണ്ടില്ല. മണലുണ്ടില്ല. മണല് കണ്ടില്ലേ? അവിടെ ഉണ്ടല്ലോ. മണലില്ലേ അവിടെ? വെള്ളത്തിൽ ഒലിച്ചു പോയത്. മഴ പെയ്തല്ലേ? ശരി. 2-3 ദിവസം മുമ്പ് ഭയങ്കര മഴയായിരുന്നു. ഒലിച്ചു പോയി കാണുക. അയ്യ, അങ്ങനെ ഒലിച്ചു പോകാതിരിക്കാനാണ് ടാർപ്പാളിട്ട് ചുടുകെട്ട ചുറ്റി വെച്ചത്. അതിട്ടിട്ടുണ്ടായിരുന്നല്ലേ? എന്നിട്ട് എങ്ങനെ ഈ മണല് പോണത്? സത്യം വേടാ, ആരാ എടുത്തത്? അല്ല, നമ്മളെന്തിനാ നമ്മളെ മണലിന്റെ ആവശ്യം? അയ്യോ, കപ്പലണ്ടി ഇറക്കാൻ വേണ്ടി ഒരു 2 ഇരട്ട മണലെടുത്തിട്ടുണ്ടായിരുന്നു. കപ്പലിട്ട് വെക്കാൻ പോണത്. അല്ല, ഇത് കപ്പലണ്ടി വേണമെന്ന് പറയുമ്പോ വെള്ളം വെച്ചപ്പോഴും മണൽ വേണോ? അതാണ് അത്രയും വേണ്ട. 2 ഇരട്ടല്ലേ എടുത്തുള്ളൂ. ഞങ്ങൾ എടുത്തില്ലമ്മ. നിങ്ങൾ ആരും എടുത്തില്ലല്ലേ? അപ്പൊ ഇവിടെ കിടന്ന മണൽ എവിടെ പോയി? അയ്യോ, ഈ മണലിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ ബാലുച്ച? കള്ളന്മാര് വല്ല എടുത്തിട്ട് പോയിട്ടുണ്ടോ? CCTV ഉണ്ടായിരുന്നു കണ്ടുപിടിക്കിയത്. ഒരു CCTV വേണ്ട കേട്ടാ. എന്റെ മണല് കെട്ടാ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ ജോലി കളയിക്കാൻ വേണ്ടി മനപ്പുറം ചെയ്താണ്. 4 ചട്ടി മണല് പോകുന്ന ജോലിയാണ് പോട്ട് നോക്കണം ബാലുച്ച. മൂത്ത മോന്റെ ഭാര്യയെ, എനിക്ക് നിന്നെയാണ് സംശയം കേട്ടാ. ഞാൻ വല്ലപ്പോഴും 2 കള്ളം പറഞ്ഞേ ഉള്ളൂ. എനിക്ക് മണലിന് എന്തോ ആവശ്യമാ? മരുമോള് കൈമലത്തി ആശ്രദിക്കുന്ന മക്കൾ മാത്രമേ ഉള്ളൂ. സത്യം പറടാ, ആടാ മണലെടുത്തത്? ഞങ്ങളൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഈ മണലിന്റെ ആവശ്യം എന്തിനാണ്? അച്ഛൻ തന്നെ പറ. ആരും പറയണ്ട കേട്ടാ. എൻ്റെ മണൽ ആരെടുത്താലും ഞാൻ പൊക്കിയിരിക്കും. ഞാൻ സൈറ്റിൽ കുറച്ച് മണൽ അത്യാവശ്യമുണ്ട്. അത് റെഡിയാക്കിയിട്ട് ഞാൻ വരണം. പൊക്കിയിരിക്കുന്ന പൊക്കിയിരിക്കും. ആഹാ, മണൽ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായ വൃത്തിയായിട്ട് ചോമ ഞാൻ എടുത്തിട്ടില്ല. എടുക്കാൻ പോയതല്ലേ? തീർന്നിട്ടല്ലേ എടുക്കാൻ? ഞാൻ എടുത്തില്ലല്ലോ. കേട്ടോ, ഒളിച്ചു കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല. പോയാ സംശയം ഒന്നും കൂടി ആലോചിക്കുമ്പോ പോ.